I Am Kadalan, directed by Girish Edi, written by Sajin Cherugayil, starring Naslin. ഈ പടം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ ഗിരീഷ് ഷേഡി നസ്ലിൻ കോംബോയാണ്. കാരണം ഇവരുടെ മുന്നേ വന്നിട്ടുള്ള പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ്, നമ്മളെ ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള പടങ്ങളാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി ഈ പടത്തിന് പോകരുത്. കാരണം ഇതൊരു ത്രൂ ഔട്ട് ലാഫ് റൈറ്റ് പടമല്ല, ഇതൊരു കൊച്ചു പടമാണ്. 2 മണിക്കൂർ താഴെ ഇതിൻ്റെ റൺ ടൈം വരുന്നുള്ളൂ. ആ 2 മണിക്കൂറിലേക്ക് അനാവശ്യമായ സീനുകളോ അനാവശ്യമായ കോമഡിയോ കുത്തിക്കയറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല. വളരെ എൻഗേജിങ് ആയിട്ട് 2 മണിക്കൂർ കൊണ്ടുപോകുന്നു. അതിൽ വരുന്ന കോമഡി സീൻസ് എല്ലാം നല്ല പോലെ തിയേറ്ററിൽ വർക്കായിട്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. ഈ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ഹാക്കർ ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീൻ സിനിമയിൽ തന്നെ ഉണ്ട്. അത് എടുത്തു പറയണം, ജിൽസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത കിരൺ ജോസി, ആ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു വലിയ കോർപ്പറേറ്റിനെയോ വലിയ ബാങ്ക് അതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഹാക്കറല്ല, നമ്മുടെ ചുറ്റുമാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നമുക്ക് ചുറ്റും നമുക്കറിയാവുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഹാക്കിംഗ് പോലൊരു സംഭവം കൊണ്ടുവരുന്നു. എന്നാൽ കാണുന്ന സാധാരണക്കാരനായ ഒരു പ്രേക്ഷകന് പോലും അവിടെ നടക്കുന്ന എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ കൊടുക്കാൻ ഗിരീഷ് ഷേഡിക്ക് സാധിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് നസ്ലിനാണ്. പുള്ളി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പയ്യൻ. ഇപ്പോൾ നമ്മുടെ കോളേജുകളിൽ നോക്കിയാൽ പോലും എൻജിനീയറിങ് കഴിഞ്ഞവർക്കറിയാം, ഫുൾ പാസ്സായതിന് പോലും എന്താണ് ചെയ്യുന്നതെന്ന് അറിവുണ്ടാവില്ല. പക്ഷേ പേപ്പർ കിട്ടിയില്ലെങ്കിലും അവനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെങ്കിൽ അവൻ എന്താണ് പണി എന്നുള്ളത് അറിയാം. അങ്ങനൊരു ക്യാരക്ടർ അത് നല്ല വൃത്തിക്ക് പുള്ളി ചെയ്തും വെച്ചിട്ടുണ്ട്. ആരും മോശമാക്കിയിട്ടില്ല. ഇവരുടെ സ്ഥിരം സിനിമാറ്റിക് യൂണിവേഴ്സ് വരുന്ന എല്ലാവരും ഇത് അഭിനയിച്ചിട്ടുണ്ട്, ആരും മോശമാക്കിയിട്ടില്ല. പിന്നെ ദിലീഷ് പോത്തൻ ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ലിജോ മോൾ ജോസ് വരുന്നുണ്ട്. ഇവരുടെ ആരുടെയും എടുത്തു പറയേണ്ട പെർഫോമൻസുകളൊന്നുമില്ല. അവരുടെ സ്ഥിരം പാറ്റേണിലുള്ള ക്യാരക്ടേഴ്സാണ് കൊടുത്തിട്ടും ഉള്ളത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും മ്യൂസിക്, BGM ഒന്നും എടുത്തു പറയാനൊന്നുമില്ല. കഥയുടെ ഫ്ലോയിൽ നമ്മളെ ലാഗ് അടിപ്പിക്കാതെ 2 മണിക്കൂർ ഇരുത്തി കാണിക്കുന്നുണ്ട്. സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഈ പടത്തിനുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രഡിക്റ്റബിലിറ്റിയാണ്. ആ പ്രഡിക്റ്റബിലിറ്റി വരാൻ കാരണം ഇതിൻ്റെ എഡിറ്റിംഗ് ഇത്രയും കൂടെ നന്നാവണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിലെ 2 ഷോട്ടുകൾ മാറ്റിയാൽ തന്നെ പടം ഇത്തിരിയും കൂടെ നമ്മളെങ്ങനെ ചിന്തിപ്പിക്കും എന്താണ് എന്നുള്ളത്. പക്ഷേ ഇത് ഇവരറിയാതെ തന്നെ 2 ഇടത്തായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എനിക്കങ്ങോട്ട് അത് വർക്കായില്ല. കാരണം അത് എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ് ഇത് മറ്റേ ആൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി മറ്റേ സീൻ കണ്ടില്ലേ എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഒരു 2 സീൻ, അതിൻ്റെ ഓപ്പണിങ് സീനും ഇടയ്ക്ക് വരുന്ന ഒരു സോങ്ങിലുള്ള 2 ഷോട്ടുകളൊന്ന് മാറ്റിയാൽ പോലും ഇത്തിരിയും കൂടെ ക്ലൈമാക്സിൽ ഒരു ഫീൽ വന്നാൽ. സ്ഥിരം ഗിരീഷ് ഷേഡി പടങ്ങളിൽ വരുന്ന ആ ഒരു ഫീൽ ഗുഡ് ഫീൽ ഉണ്ടല്ലോ, അവസാനം നമ്മളെ തൃപ്തരാക്കുന്ന ഒരു ഫീൽ, അതാണ് ഈ പടത്തിൽ മിസ്സിങ് ആയിട്ട് വരുന്നത്. നമുക്ക് പടം തീരുമ്പം പടം തീർന്നു, അല്ലാതെ ഒരു വാവ് ഫാക്ടർ അത് വരുന്നില്ല. അത് മാത്രമാണ് ഈ പടത്തിന് ഒരു നെഗറ്റീവ്. അത് തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. ഈ പടം അപ്പം ഞാൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഗിരീഷ് ഷേഡി പടങ്ങൾ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഈ പടം കണ്ടാൽ പൈസ നഷ്ടമൊന്നും വരില്ല. പക്ഷേ ഇത്തിരി നിരാശ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ത്രൂ ഔട്ട് നമുക്ക് ചിരിക്കാനൊന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു എൻഡ് പഞ്ച് അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊരു പടം കാണണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോയി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് I Am Kadalan ഫീൽ ചെയ്തത്. സിനിമ എന്നുള്ളത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.